സന്തോഷമല്ലടാ? ഓ വലിയ സന്തോഷമായി സാറേ. എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ല, അവരുമായിട്ട് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞാണ് നിന്നെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ അവർ മുരുക്കും മരം പോലെ ഇപ്പുണ്ടല്ലോ അവിടെ. അതാ കപ്പയുടെയാണ് സാറേ. കപ്പേ? ഡെയിലി അതുള്ള പറമ്പിലെ കപ്പയല്ലേ തിന്നണം, അതിൻ്റെ ഉണ്ട്. ആ ഓർമ്മ വേണം, എനിക്കിനി 3 വർഷം കൂടെ ഉണ്ട്. അടുത്ത ഓണത്തിനും ഇനി ഇവരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്. തള്ള ചത്തില്ലെങ്കിൽ വന്നല്ലേ പറ്റൂ സാറേ. അയ്യോ ഒത്തിരി സ്നേഹം. ഈ തള്ളയെ മടലുകൊണ്ട് അടിച്ചിട്ടുണ്ടല്ലോ എന്നെ പോലീസ് പിടിച്ചത്. അമ്മയും മോനൊക്കെ ആകുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ സാർ. കാര്യങ്ങളും നട ബിബി, ചേട്ടാ ചേട്ടാ എടാ എന്റെ വൈഫിന്റെ വീട് ഇവിടെ അടുത്തല്ലടാ. ഇത്തവണത്തെ ഓണാഘോഷം ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. അല്ല നീ എന്താ ഇവിടെ? ഞാനേ നമ്മുടെ സ്റ്റേഷനിലെ പ്രതിയാണ്. അവൻ്റെ അമ്മയായിട്ടൊന്ന് സദ്യ കഴിക്കണം ഓണത്തിന്, അങ്ങനെ കൊണ്ടുവന്നതാണ്. എടാ ഇവന്റെ കയ്യിലെന്താ വിലങ്ങ് വെക്കാത്ത? ഇവൻ ചാടിപ്പോലടാ. എന്റെ കണ്ടുകൊണ്ട് ചവൻ പോവാനാ. പോടാ സാറേ ഞാൻ പോലും. എന്റെ കണ്ണൻ ചേട്ടന്റെ മോൻ ബിബി. എടാ വാ, നീ വീട്ടിലേക്ക് നമുക്ക് ഓണസദ്യ കഴിച്ചിട്ട് വാ. ഒട്ടും സമയമില്ല എനിക്ക് അവനെ കൊണ്ട്. ഞാൻ ഒരു പായസം കുടിച്ചിട്ട്, ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് വാ. വേണ്ട, സമയമില്ല, ഒട്ടും സമയമില്ല. എന്നാ എന്റെ കണ്ണൻ ചേട്ടന്റെ മോനെ ഞാനൊന്ന് വാരിപ്പോണോട്ടേടാ. പെട്ടെന്ന് വേണം മോനെ. ബിബി, എന്താ ഏട്ടാ? ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു പ്രതി ഈ ചാടിപ്പോയ നിനക്ക് സസ്പെൻഷൻ അങ്ങനെ എന്തെങ്കിലും? സസ്പെൻഷനോ? ചാടിപ്പോയി. എങ്ങോട്ട് പോയി? അത് ഞാൻ കണ്ടില്ലടാ. എടാ പോണത് പോട്ടെ, നമുക്ക് വീട്ടിൽ പോയി ഓണസദ്യ കഴിച്ചിട്ട് പായസം കുടിച്ചിട്ട് പോകാം. എന്റെ സസ്പെൻഷൻ ചെയ്താ കരഞ്ഞേട്ടാ. എടാ പായസം കുടിക്കടാ മോനെ. ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചിട്ട് വരാം. പട്ടുപാവടൊക്കെ എടുത്ത് എന്റെ മുത്ത് സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ പട്ടുപാവട ഇട്ടില്ലെങ്കിലോ? അത് ഞാൻ ഇപ്പൊ എങ്ങനെ പറയാനാ? അരവിന്ദന്റെ കാര്യം. പിന്നെ മുത്തിനെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അയ്യോ വേണ്ട, ഇതൊക്കെ ചുളുങ്ങ എന്റെ അമ്മ ദേഷ്യം എന്നതാ. എന്റെ അമ്മയുടെ. പിന്നെ അടുത്ത ഓണത്തിന് ഞാൻ ഈ കഴുത്തിലൊരു താലി ചാർത്തും. അതെ, ഓണത്തിന് വേണ്ട, വിഷുവിന് മതി. അതെന്താ? എനിക്ക് പൂക്കളെക്കാളും ഇഷ്ടം പടക്കങ്ങളാ. പടക്കം? നമ്മുടെ ആദ്യരാത്രിക്ക് നമുക്ക് ഒരുപാട് പടക്കം പൊട്ടിക്കണം. പൊട്ടിക്കാം, പടക്കമോ അമിട്ടോ എന്താന്ന് വെച്ചാ പൊട്ടിക്കാം. അല്ല ഇതെന്താ, എനിക്ക് ഓണക്കൊടിയാണോ? അത് അജിന്റെ മാവിലെ ഡ്രസ്സാണ്. അവനെ അത് ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് 500 രൂപ കിട്ടും പോലും. എങ്കിൽ പിന്നെ ചേണി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മാവേലിയായിട്ട് എന്റെ മുന്നിൽ വന്നോടായിരുന്നു. അതിന് എന്റെ മുത്തിന് ഓണമല്ലല്ലോ, വിഷുവല്ലേ ഇഷ്ടം. കൃഷ്ണനായിട്ട് വരും ഞാൻ. പിന്നെ തിരുവോണം കഴിഞ്ഞ് നമുക്കൊന്ന് ഓയോ പോയാലോ? ഓയിലൊക്കെ ഞാൻ കൊറേ അതല്ല, ഈ ഓട്ടോയിൽ പോണ കാര്യല്ലേ ചോദിച്ചേ? ഓട്ടോ അല്ലടി, ഓയോ. ഓയോ അല്ല, അതെന്തിനാ? നമ്മൾ ഈ ചൂടത്തും വെയിലത്തും സംസാരിക്കുന്നതിന് പകരം ഒരു AC റൂമൊക്കെ എടുത്ത് എന്തെങ്കിലും വേണ്ടി പറഞ്ഞാൽ ഞാൻ വരാം, പക്ഷെ എനിക്കൊരു സാധനം വേണം. അതൊക്കെ ഞാൻ അവിടെ വെച്ച് തരാം. അതല്ല, വേറൊരു സാധനം. അതാ? തുമ്പപ്പൂ. നിനക്ക് മാനത്തെ നക്ഷത്രം വേണോ? ഞാൻ കൊണ്ടുതരാം. വർഷത്തിൽ ഒരിക്കൽ പൂക്കണ നീലക്കുറിഞ്ഞു വേണോ? അത് ഞാൻ കൊണ്ടുതരാം. ഇത് ഇവിടെ കിട്ടാത്ത തുമ്പപ്പൂണ് ഞാൻ എവിടെ പോവാൻ? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് തുമ്പപ്പൂ വേണം. തുമ്പപ്പൂ കൊണ്ടുവന്ന ഞാൻ എവിടെ വേണോ വരാം. എന്നാ ഞാൻ തുമ്പപ്പൂ കൊണ്ടുവന്നിരിക്കും. ആ കൈ ഒന്ന് കിട്ടിയേ. അല്ല കൈ എന്തിനാ? സത്യം ഞാൻ തുമ്പപ്പൂ കൊണ്ടുവരുമെന്ന്. ആദ്യം തുമ്പപ്പൂ കൊണ്ടുവായോ, എന്നിട്ട് ഞാൻ കൈ തരാം. പിന്നെ ശരി, ബൈ. പണ്ടാരം തുമ്പപ്പൂവിന് ഞാൻ ഇത് ഇവിടെ പോവാൻ. തുമ്പപ്പൂങ്കി തുമ്പപ്പൂ. താനാരാ? ഓണമല്ലേ, ചെറുതായിട്ട് പായസം കുടിച്ചാ വയറിന്. എന്നിട്ടിപ്പോ എന്തായി? കഴിഞ്ഞു പറമ്പിൽ അങ്ങേര്. ഇതിന് ഞാൻ എവിടെ പോയി തപ്പാനാണ്? ചേട്ടാ പിന്നെ തുമ്പപ്പൂ വേണോ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ കേട്ടായിരുന്നു. അല്ല നിങ്ങൾ ഈ പറമ്പി വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ എങ്ങനെ കിട്ടും ഇത്? അല്ല വീടിന്റെ അലമാരെല്ലാരും നോക്കായിരുന്നു. ഒപ്പിച്ചു തരാം നാടാ. അതെ വന്നേ. അതെ, ഇത് കൊള്ളാലോ. ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ടോ? എന്റെ ചാടിപ്പോയ പ്രതിയാണ്. ഇവരെ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഇവരെവിടെയും കണ്ട? ഞാനൊന്നും കണ്ടില്ല. ഇവരെ കാണുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. അല്ല സാറിന്റെ ഇൻസ്റ്റഗ്രാം ഐഡി എന്താ? എനിക്ക് ഇൻസ്റ്റയൊന്നുമില്ല. അപ്പൊ ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ മതി. ഒരു തുമ്പപ്പൂവിന്റെ കോളാണ് പോയത്. ഇവിടെ ഒരു പൂ പോയിട്ടൊരു പാവൂല്. ചേട്ടന്റെ നാട് ഇവിടെയാണോ? എന്റെ നാട് ഇവിടെയൊക്കെ തന്നെ. ഇപ്പൊ കുറച്ച് നാളായിട്ട് അബ്രോഡാണ്. ആണോ? ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. ഹലോ. എടാ നീ ഇത് എവിടെയാ നിക്കണേ? ഞാൻ താഴ്ത്തി. എടാ നീ മാവേലിയ കോസ്റ്റ്യൂം പെട്ടെന്ന് കൊണ്ട് കളയാ. 500 രൂപയുടെ കേസാണ് അതൊക്കെ. അല്ലെ ഒരു 10 മിനിറ്റ് താഴ്ത്തി. പെട്ടെന്ന് വാ. എന്റെ കാര്യം ചേട്ടാ, ഈ പൂ എങ്ങനെ ഇവിടെ കിട്ടുവട്ടെ? എന്റെ പൊന്നു സുഹൃത്തെ വാ നോക്കാം. ഇതൊന്ന് പിടിക്കൂ. എന്തോന്ന്? അതൊന്നുമില്ല, ഒരു മാവേലിയുടെ വേഷം. എൻ്റെ കൂട്ടുകാർ അജിനെ ഇത് ഇട്ടു പോയാൽ അവനൊരു 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്.
ചേട്ടാ ഇവിടെ ഒരു പൂവും പുല്ലും ഒന്നും കാണാനില്ലല്ലോ. ചേട്ടാ ചേട്ടോ, അയ്യോ അയ്യോ, ദൈവമേ, പൂവില്ല, തുമ്പപ്പൂവില്ല, മാവിലെ ഡ്രസ്സുമില്ല. ഞാൻ ഇപ്പൊ അജിന്റെ അടുത്ത് എന്ത് പറയും? ചേട്ടോ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാ. ഓണമല്ലേടി, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സദ്യ വരെ ഞാനാണ് ഉണ്ടാക്കിട്ട് വന്നത്. ശരിക്കോ? ആ ശരിക്കും, അവിയൽ പായസമാണ് മെയിൻ. ആണോ? എങ്കിലേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഗപ്പ് മെഴുക്കുരുട്ടുണ്ടാക്കി തരോ? നിനക്ക് എന്ത് വേണം ഞാൻ ഉണ്ടാക്കി തരാം. ഓ, എന്റെ ഒരു ഭാഗ്യം. പിന്നെ ഓണം കഴിഞ്ഞ് നമുക്കൊരു ട്രിപ്പ് പോണം. എവിടെയാ? നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണോ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ വീടാ. എനിക്ക് എങ്ങും പോണ്ട, എനിക്ക് വീട്ടിൽ ഇരുന്നാ മതി. അങ്ങനെ പറയല്ലേ, ഞാൻ രാത്രി ഒരുപാട് സ്വപ്നം കണ്ടതാ. ആണോ? എങ്കിൽ എനിക്കൊരു കാര്യം വേണം. പറ, ഈ ആകാശത്തിന് കീഴിലുള്ള എന്ത് വേണം നിനക്ക് ഞാൻ സാധിച്ചു തരും. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ എനിക്കൊരു തുമ്പപ്പൂ വേണം. തുമ്പപ്പൂവാ? ആ, അതെന്താ ആകാശത്തിന് കീഴിലുള്ളതല്ലേ? തുമ്പപ്പൂ. ആ, തുമ്പപ്പൂ വേണം. സാർ സാർ സാർ, ഞാൻ ഇങ്ങനെയെങ്കിലും പിടിച്ചു തരാം. അല്ല സാർ, സാർ, ഈ തെണ്ടി ഇത് എവിടെ പോയി കിടക്കണം? ഈ നാട്ടിലത് തുമ്പപ്പൂല്ലേ? അമ്മ അവര് ഡ്രസ്സ് പഠിച്ചോണ്ട് വല്ല തെണ്ടി. ഒരു തുമ്പപ്പൂ ഇട്ടിരുന്നെങ്കിൽ ഓയെങ്കിലും സെറ്റ് ചെയ്യായിരുന്നു. മാവേലി ചത്തള പട്ടി. ഇത് തുമ്പപ്പൂവല്ല. ഇവനെ കണ്ടുപിടിക്കാതെ എനിക്ക് സ്റ്റേഷനിലും കയറാൻ പറ്റില്ലല്ലോ. ശിവ, ഇതെന്ത് ഫോൺ എടുക്കാത്ത? മാവേലിയുടെ കോസ്റ്റ്യൂം എപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞത്? എന്റെ 500 രൂപ, എന്റെ പൊന്നു മാവേലി തമ്പുരാൻ, അവനൊന്ന് കൊണ്ടുവരൂ. എനിക്ക് ഈ 10 മിനിറ്റത്തേക്ക് കോസ്റ്റ്യൂം തരാൻ പറ്റും? അങ്ങനെ വരാൻ പറ്റിയൊന്നുമില്ല. പ്ലീസ് മാവേലി, എനിക്കൊന്നും തരാന്ന് പറഞ്ഞ വേഷ വലിപ്പിച്ചു വിട്ടു. എനിക്ക് 500 രൂപ കിട്ടുന്ന കാര്യം ഒന്ന് തരണം. ഇതാരെ വീട്? ഇതെന്റെ വീട്. എനിക്കൊന്ന് ഇരുട്ടുന്ന വരെ ഒന്ന് വിശ്രമിക്കാൻ പറ്റുമോ? പിന്നെന്താ കേറിയാണ്. എനിക്ക് കോസ്റ്റ്യൂം തരാം. നന്ദിയുണ്ടേ. ഗോഡ് ബ്ലസ് യു. ഞാൻ ഒരു കാര്യം ചോദിക്കാം. അല്ല സാറ് ചോദിച്ചോ? അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല. ആ ശരി. അല്ല, നീ എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞു? അല്ല, ഇവിടെ തുമ്പപ്പൂ കിട്ടും. ഇവിടെ തുമ്പ പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. അതെ, ഇവിടെ എവിടെയെങ്കിലും തുമ്പപ്പൂ ഉണ്ടോ? നീങ്ങോ, നിനക്കെന്തിനു തുമ്പ? നിനക്കെന്തിനു തുമ്പ? അത് ഓണമൊക്കെ അല്ലേ സാറേ? അവനും വേണമെന്ന് എനിക്ക് അത്തടെ. നിനക്കൊക്കെ തുമ്പപ്പൂ. എന്റെ ഒരു പ്രതി ചാടിപ്പോയിട്ട് ഞാൻ അവനെ തപ്പി കിടക്കുക. അത് നിന്റെ നാട്ടുകാരൻ. അതാരും സാർ നമുക്ക് അറിഞ്ഞൂടാ. എവിടെ? ആ, ഇത് അബ്രോഡ് തന്നെ. ഇവനാണ് എന്റെ മാവേലിയുടെ കോസ്റ്റ്യൂം പഠിച്ചോണ്ട് പോയത്. നിനക്ക് അവനെ അറിയോ? അറിയാം. ഉണ്ട്. അതറിഞ്ഞൂടാ. ഇതിപ്പോ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഒരു കാര്യം ചെയ്യാം സാറേ, നമ്മൾ എന്തായാലും തുമ്പപ്പൂ തപ്പയില്ലേ, അതിന്റെ കൂടെ അവനെ കൂടെ തപ്പാം. അരവിന്ദ്, പിന്നെ എത്ര തവണ വിളിച്ചത്? എന്റെ മാവേലിയുടെ കോസ്റ്റ്യൂം വിടറാ. എടാ, അതൊക്കെ വലിയ കഥ, ഞാൻ പിന്നെ പറയാം. നീ എന്ത് പോലീസൊക്കെ ആയിട്ട്? എടാ, അത് സാറിന്റെ ഒരു പ്രതി രക്ഷപ്പെട്ടു പോയി. നിനക്ക് അറിയോ? ഇത് മാവേലിയല്ലേ? മാവേലി, ഇത് പ്രതിയാണ്. ഇപ്പൊ അവിടെ ഉണ്ട്. ആ, പിന്നെ പുള്ളിന്റെ വീട്ടിൽ ഇരിക്കുകയല്ലേ? വീടില്ല. നിന്റെ വീട് അവിടെ? ഇവിടെ 4 വീട് അപ്പുറം. അവിടെ ഉണ്ടല്ലോ. എടാ, ഒരു പ്രതി ഇട പിടിച്ച് വീട്ടിൽ ഇരുത്തിയേക്കണേ. ഞാൻ ചെയ്തില്ലടാ. പ്രതി എന്ന് പറഞ്ഞു. പുള്ളി കോസ്റ്റ്യൂം ചോദിച്ചു, ഞങ്ങൾക്ക് തന്നു, അത്ര തന്നെ. ശരി, നീ പൊക്കോ, നീ ജോലിക്ക് പോക്കോ. ഞാൻ ശരിക്കും ജോലിക്കല്ലേ പോണത്. എന്റെ കാമുവിക്ക് ഒരേ ആഗ്രഹം, ഞാൻ മാവേലി കൃഷി കാണണം. നമ്മൾ വായിച്ചു കൊടുക്കണ്ടേ? അല്ല, നിങ്ങളൊന്നും ഇവിടെ അത് ഞാൻ തുമ്പപ്പൂ തപ്പി ഇറങ്ങിയ. എനിക്ക് വേണം തുമ്പപ്പൂ. അത്രേ ഉള്ളൂ. ആ, ഹലോ എടി, നിന്റെ വീട്ടിൽ തുമ്പപ്പൂ ഉണ്ടല്ലോ? ഉണ്ടല്ലേ? കുറച്ച് പറിച്ചു വെച്ചിട്ടാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്നാ നീ, ഞാൻ വണ്ടി എടുത്തോളാം. പെട്ടെന്ന് ബാക്കിലോട്ട് പോകണം. ഇതെന്ത് ഇവിടെ? ഇതല്ലേ എന്റെ കാമുകിന്റെ വീട്. എന്താ സർപ്രൈസ് ആയോ? തുമ്പപ്പൂ കിട്ടുമ്പോ ഇനിയും നിങ്ങൾ സർപ്രൈസ് ആവും. അമ്പിളി, എടാ, ഇതാണ് എന്റെ കാമുകി അമ്പിളി.
ഇത് തന്നെയാടാ എന്റെ അമ്പിളി